വിദേശ തൊഴിലാളികൾക്കുള്ള തൊഴിൽ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഇന്ത്യൻ തൊഴിലാളികളുടെ എല്ലാ തൊഴിൽ വിസ അപേക്ഷകൾക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതകൾ മുൻകൂട്ടി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി അറേബ്യൻ സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചു. 6 മാസം മുൻപാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജനുവരി 14 മുതൽ നിയമം കർശനമാക്കി നടപ്പാക്കി തുടങ്ങി. ഇന്ത്യൻ തൊഴിലാളികളുടെ യോഗ്യതകൾ ഉറപ്പാക്കുന്നതിന് മതിയായ യോഗ്യതയുള്ള പരിശീലന കേന്ദ്രങ്ങളുടെ എണ്ണം പരിമിതമായതിനാൽ ഈ നീക്കം ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും. സൗദിയിലേക്കുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ വരവ് ഇത് കുറയ്ക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സൗദിയിലെ രണ്ടാമത്തെ വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യക്കാർ. 2024 കണക്കനുസരിച്ച് 24 ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ ഉള്ളത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 16 ലക്ഷം പേർ സ്വകാര്യ മേഖലയിലും 7.85 ലക്ഷം പേർ വീട്ടുജോലിക്കാരുമായാണ് പ്രവർത്തിക്കുന്നത്. 26.9 ലക്ഷം പ്രവാസി തൊഴിലാളികളുമായി ബംഗ്ലാദേശാണ് മുന്നിലുള്ളത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തൊഴിലാളികൾ സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയുടെ നിർണായക ഭാഗമായി തുടരുകയാണ്. ഇതിനിടെ സൗദിയുടെ വിഷൻ 2030-ന്റെയും കൂടുതൽ പൗരന്മാരെ തൊഴിൽ മേഖലയിൽ നിയമിക്കാനുള്ള ശ്രമങ്ങളുടെയും ഭാഗമായി അവിടുത്തെ തൊഴിൽ മേഖല മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് രേഖകളുടെ പരിശോധന കർശനമാക്കുന്നത്. രാജ്യത്തിന്റെ തൊഴിൽ വിപണിയിലേക്ക് സുഗമമായ പ്രവേശനം സാധ്യമാക്കാനും തൊഴിലാളികളെ നിലനിർത്തുന്ന നിരക്ക് മെച്ചപ്പെടുത്താനുമാണ് സൗദി ലക്ഷ്യമിടുന്നത്. അതിനാൽ തൊഴിലപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യതാ രേഖകൾ കർശനമായി പരിശോധിച്ചു വരികയാണ്. പ്രവാസി ജീവനക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളും രേഖകളും പരിശോധിക്കാൻ സ്ഥാപന ഉടമകളെയും HR വകുപ്പുകളെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ നീക്കത്തിലൂടെ റിക്രൂട്ട്മെന്റ് കാര്യക്ഷമമാക്കുകയും രാജ്യത്തെ തൊഴിൽ ശക്തിയുടെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊഴിൽ വിസ നൽകുന്നതിനുള്ള പ്രൊഫഷണൽ വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ ജനുവരി 14 മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്ന് ഇന്ത്യയിലെ സൗദി മിഷൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. തൊഴിൽ വിസ നൽകുന്നതിന് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ നിർബന്ധമായും ചെയ്യേണ്ടിവരുമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. എന്നാൽ അപേക്ഷകർക്ക് വെരിഫിക്കേഷൻ ലഭിക്കാൻ മതിയായിട്ടുള്ള പരിശോധനാ കേന്ദ്രങ്ങൾ ഇല്ല എന്ന് വ്യാപകമായി പരാതി ഉയരുന്നുണ്ട്. കാർ ഡ്രൈവർമാർക്കുള്ള ടെസ്റ്റ് സെന്ററുകൾ രാജസ്ഥാനിലെ അജ്മീറിലും സിക്കാറിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അപേക്ഷകർ ഈ സ്ഥലത്തിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കാൻ നിർബന്ധിതരാകും. രാജ്യസഭാംഗമായ ഹാരിസ് ബീരൻ പറഞ്ഞ വാക്കുകളാണിത്. അതേസമയം സൗദിയുടെ ഇത്തരം നടപടിക്രമങ്ങൾ ഇന്ത്യൻ തൊഴിലാളികളുടെ അവസ്ഥയിൽ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന്റെ പ്രാരംഭഘട്ടം തൊഴിലാളിയെയും തൊഴിലുടമയെയും തമ്മിൽ സൗഹാർദ്ദപരമായ ഒരു പരിഹാരത്തിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രക്രിയയാണ്. ഇത് പരാജയപ്പെട്ടാൽ കേസ് ലേബർ കോടതിയിലേക്ക് മാറ്റും. അതിനാൽ ഇത് കാര്യക്ഷമമായ പ്രക്രിയയാണ്. വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഒരു ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സൗദി അറേബ്യയിൽ സ്ത്രീകളുടെ തൊഴിലിനെ പിന്തുണയ്ക്കുന്നതിൽ കാര്യമായ പുരോഗതി കൈവരിച്ചതായും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു.